ഒരിക്കൽ എൻ്റെ ഒരു ക്ലയൻറ്റ് പറഞ്ഞു, എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ് എന്നുള്ളത്. എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് അത്ര പേടിയാണ് എൻ്റെ കൂടെ നിൽക്കാനായിട്ട്. പക്ഷെ എനിക്കറിയില്ല എന്താ എനിക്ക് സംഭവിക്കുന്നത്, എന്തിനാ ഞാൻ ഇത്ര ദേഷ്യപ്പെടുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. കുറച്ച് സെഷൻ കഴിഞ്ഞപ്പോൾ ഹി ബ്രോക്ക് ഡൗൺ. പെട്ടെന്ന് കരയാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ദേഷ്യക്കാരനായിരുന്നില്ല, അതിനേക്കാൾ കൂടുതൽ ഹി വാസ് ഹാർട്ട് ബ്രോക്കൺ. കുറേ വർഷങ്ങളായിട്ട് വല്ലാത്തൊരു ഹാർട്ട് ബ്രോക്കൺ ലെവലിലേക്കായിരുന്നു അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പലപ്പോഴും ദേഷ്യം എന്ന് പറയുന്നത് ഒരു മാസ്ക് ആയിട്ടാണ് ആളുകൾ കൊണ്ടു നടക്കാറ്. ഇഫ് ആങ്കർ ഈസ് യുവർ ഡിഫോൾട്ട് ഇമോഷൻ, യു മൈറ്റ് നോട്ട് ജസ്റ്റ് ബി ആംഗ്രി, യു മൈറ്റ് ബി ഹേർട്ടിങ്. ചില ആളുകൾ ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുമ്പോൾ ആങ്കർ ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് ഇത് ഭയങ്കര ലൗഡായിട്ട് നമുക്ക് തോന്നും, ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നും. പക്ഷെ അത്തരത്തിലുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കാതെ ഒരു ബൗണ്ടറി ഇട്ടിട്ട് മാറും. പക്ഷേ സൈക്കോളജി പറയുന്നത് ആങ്കർ ഈസ് ഓഫൻ എ സെക്കൻഡറി ഇമോഷൻ, എ പ്രൊട്ടക്ടർ. നമ്മളിത് കൂടുതൽ പരിശോധിക്കുമ്പോൾ ദേഷ്യപ്പെടുന്ന ആളുകൾ ഇതൊരു പ്രൊട്ടക്ഷന് വേണ്ടി കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവമാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ മാനസികമായിട്ട് വല്ലാത്ത പിരിമുറുക്കം അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും. റിജക്ഷൻസ് പേടിയുള്ള ആളുകളായിരിക്കും. മറ്റാളുകളാൽ ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയമുള്ള ആളുകളായിരിക്കാം. നാണക്കേട് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഇതൊക്കെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കും. അപ്പം എപ്പോഴും നിങ്ങളോട് ദേഷ്യപ്പെടുന്ന ഒരാൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എങ്കിൽ മനസ്സിലാക്കുക, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിയൽ ഇമോഷനിലല്ല കാണിക്കുന്നത്. അതിനു പകരം അവരുടെ പല രീതിയിലുള്ള ഇമോഷണൽ വൂൺസ് കവറപ്പ് ചെയ്ത് ഒരു ആങ്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇമോഷൻ ഒരു മാസ്ക് ആക്കിയിട്ടാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്ന്. എല്ലാവർക്കും എല്ലാവരുടെയും ഇമോഷൻസ് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനോ അവെയർ ആവാനോ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാതെ ജഡ്ജ് ചെയ്യാതെ അവരോടൊക്കെ കുറച്ചും കൂടി കമ്പാഷനേറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കണം.